ഹായ് ഫ്രണ്ട്സ്, എൻ്റെ കുഞ്ഞു താമരലോകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. വേണ്ടേ അങ്ങനെ നമ്മൾ നട്ട് ഏകദേശം 1 മാസം കഴിഞ്ഞപ്പം എല്ലാ താമരകളും അടിപൊളിയായി സെറ്റായി, എല്ലാം നന്നായി ബഡ്ഡുകളും പൂക്കളുമായിട്ട് നിൽപ്പുണ്ട്. ഇതാണ്ട് ഈ കാണുന്നതെല്ലാം അങ്ങനെ എല്ലാം അടിപൊളിയായിട്ട് പൂക്കളുമായിട്ട് ഉള്ള താമരകൾ അങ്ങനെ എല്ലാം എന്താ നമ്മളെ പിങ്ക് ക്ലൗഡാണ്. ഇത് വിരിഞ്ഞിട്ട് ഒത്തിരി ദിവസമായി, അതാണ് വേണ്ട ഇങ്ങനെ അങ്ങനെ ഓരോ ദിവസമായിട്ട് ഒരു 2-3 വെച്ച് സെറ്റ് ചെയ്ത് ഏകദേശം 1 മാസം പിന്നിടുമ്പോഴാണ്ട് എൻ്റെ ഇതാണ്ട് അമേരിക്ക മേലിയൊക്കെ ഒത്തിരി അങ്ങ് പൂത്ത് സെറ്റായിരിക്കുകയാണ് ഓരോന്നോരോന്നായിട്ട്. കാര്യം നിങ്ങളിപ്പോൾ ഈ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഭയങ്കര ചൂടാണ്. അങ്ങനെ ഈ കാണുന്ന ഓരോന്നായിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ അമേരിക്ക മേലിയാണ് മുട്ടിട്ട് നിൽക്കുന്നത്. കണ്ടോ, കമേലിയിൽ ഒന്നിൽ തന്നെ 1, 2, 3, 4, 5, 6 ഒത്തിരി ഫ്ലവർക്ക് നിന്നാണ്. ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. അങ്ങനെ ഏറ്റവും കൂടുതൽ അമേരിക്ക മേലിയ മുട്ടിട്ടിരിക്കുകയാണ്. ഈ കുഞ്ഞു പോട്ടിലുള്ളതെല്ലാം വിൽക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മെയിനായിട്ടുള്ള നമ്മളിവിടെ വളർത്താൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതായി കാണുന്ന വലിയ പോട്ടിലിരിക്കുന്നത്. ഇതാ ഈ കാണുന്ന നമ്മളെ പിങ്ക് ക്ലൗഡ്. ഇതാ കണ്ട, നമ്മളിട്ട ആ DAPയുടെ ഗുണമൊക്കെ ഉണ്ട്. മുൻപുള്ളൊരു വീഡിയോയിലിട്ടായിരുന്നു നമ്മൾ ടൂർ സെറ്റ് ചെയ്തപ്പോഴേ. കണ്ട, പിങ്ക് ക്ലൗഡിൽ തന്നെ വേണമെങ്കിൽ ഞാൻ ഓരോന്നിൻ്റെ എണ്ണി കാണിച്ചു തരാം. 1, 2, 3, 4, 5, 6, 7 ഇതാ ഇതിൽ ഫ്ലവർ വന്ന് പോയതാണ്. അങ്ങനെ ഒന്നിൽ തന്നെ കണ്ടല്ലോ നിങ്ങൾ ബഡ്ഡുകൾ. അങ്ങനെ ഓരോന്നായിട്ട് നമുക്കിതൊന്ന് വിരിയിച്ച് നോക്കാം. കണ്ട, വിരിയിച്ച് നമ്മൾ പിങ്ക് ക്ലൗഡ് വിരിയിച്ചപ്പോഴും നല്ല ഭംഗിയായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പിങ്ക് ക്ലൗഡ് നമ്മൾ അമേരിക്ക മേലിയ കുറേയൊക്കെ പൂത്തിൽ നിന്നായിരുന്നു. കുറേയൊക്കെ ഞാൻ ഫ്ലവറൊക്കെ കൊഴിഞ്ഞ് എല്ലാം സെറ്റായി വരുന്നേ ഉള്ളൂ. ഇനി അത് കഴിഞ്ഞ് നമുക്ക് നേരെ നമ്മളെ തമോക്കെ പൊടിക്കണം. അതിലൊക്കെ വിരിയുമ്പോൾ ഇത് ഫ്ലവർ നമ്മൾ മെയിനായിട്ട് നമ്മൾ സ്റ്റാൻഡിങ് ലീഫിലാണ് ബഡ് വരുന്നത്. നേരെ നോക്കിയത് തമോയിൽ അല്ല, തമോക്കെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഹൈറ്റ് വെച്ച് സെറ്റാവും. ഇത് കഴിഞ്ഞ് നമ്മളെ ബുച്ചയിലേക്ക് ഇതാ ബഡ് വന്ന് നിൽപ്പുണ്ട്. ആ കാണുന്ന കുറേ കുഞ്ഞു മുഞ്ഞ ചെറിയ ജീവികൾ, അത് വേറെ പ്രശ്നക്കാരൊന്നുമില്ല, അത് ഇടയ്ക്കാലും വന്നോളൂ. ഇതാ നമ്മളെ ബുച്ചയില ബഡ് ചെയ്യുന്നുണ്ടോ. ഇത് വേറെ ഒന്നുമല്ല, ഇനി നല്ല ഹൈറ്റ് വയ്ക്കും. ഇതാ ഈ കാണുന്നത് നമ്മളെ യെല്ലോ പിയോണി. അത് നമുക്ക് ചെറുതായിട്ട് വേണമെങ്കിൽ വിരിച്ചു കൊടുക്കാനേ ഉള്ളൂ. നമ്മൾ വിരിച്ചു കൊടുത്താൽ വേറെ ഒന്നുമില്ല, ഒരാഴ്ച ഫ്ലവർ ആയിരിക്കും, ഇല്ലെങ്കിൽ ഒരു 2 ദിവസം തന്നെ. അല്ലേ ബഡ്ഡുകൾ. യെല്ലോ പിയോണി, നമ്മളെ വൈറ്റ് പിയോണി ഏകദേശം ബഡ് ഒരു കണക്കിരിക്കും, പച്ച കളറിൽ വന്നിട്ട്. പക്ഷേ ഇത് വൈറ്റ് കളറാണ്. അത് ഇത്തിരി കൂടെ ബഡായ ശേഷം അതിനെ വിരിച്ചെടുത്ത് കാണിച്ചു തരാം. അങ്ങനെ യെല്ലോ പിയോണി, വൈറ്റ് പിയോണി, നമ്മളെ സിയാൻ റൂബി അത് വിരിഞ്ഞ് ഏകദേശം കഴിയാറായി ഫ്ലവറൊക്കെ. ഇതിൻ്റെ ബാക്കിലുള്ളത് പീക്കോ പിങ്ക്, അതൊന്നും ബഡായിട്ടില്ല. കാര്യം നമ്മൾ സെറ്റ് ചെയ്ത്
ഞങ്ങൾ ഓരോ ദിവസം രണ്ടെണ്ണം വെച്ചാണ് ഏകദേശം ഒരു മാസം കൊണ്ട്. അല്ലെങ്കിൽ ടൈമില്ല, എല്ലാ ദിവസവും പറ്റില്ല, ഒരു 3-4 ദിവസം കൂടുമ്പോഴാണ് ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത്. ഇത് നമ്മളെ ലിയാംഗ്ലി മേക്കർ, കുഞ്ഞൻ താമര, എല്ലാം ബഡ് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. കാര്യം ഒരു മാസം പിന്നിടുമ്പോഴാണ്. പക്ഷേ നമ്മളെ ബുച്ചയും തമയാണ് പെട്ടെന്ന് സെറ്റാവുന്നത്. അടുത്ത് നമ്മളെ കാവേരിയിലും ചെറുതായിട്ട് ബഡ് വന്ന് നിൽപ്പുണ്ട്. എല്ലാം സ്റ്റാൻഡിൽ സെറ്റായിപ്പുണ്ട്. അതുപോലെ റാണി റെഡ്, അതിലൊന്നും ബഡായിട്ടില്ല. ഐശ്വര്യ, അതിലുമില്ല. അഖിലയൊക്കെ നട്ടിട്ട് കുറച്ച് നാളെയുള്ളൂ, അതൊന്നും സെറ്റായിട്ടില്ല. പക്ഷെ നമ്മളെ ഗ്രീൻ ആപ്പിൾ, യെല്ലോ പിയോണി, അതുപോലെ നമ്മളെ വൈറ്റ് പിയോണി, ഇതെല്ലാം ബഡ് ഗ്രീൻ കളറിൽ. ഗ്രീൻ ആപ്പിളൊക്കെ സെറ്റായി വരുന്നേ ഉള്ളൂ. ഇനിയുള്ളത് നമ്മളെ കർണ വേറെ ഒന്നുമില്ല. ഇത് സെറ്റ് ചെയ്തിട്ടൊരു 3 ദിവസമേ ഉള്ളൂ. മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടായിരുന്നു. കാര്യം സെറ്റ് ചെയ്തൊരു 3 ദിവസം വരെ നേരിട്ട് സൺലൈറ്റ് അടിക്കാത്ത രീതിയിൽ. ഇതൊക്കെ നമുക്കൊന്ന് മാറ്റാം. ഇതിലും 3 ദിവസം ഏതാണ്ട് ലീഫൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് കൊടുക്കാൻ വേണ്ടി ഞാൻ പറക്കില്ലേ ചെറുതായിട്ട്, അതിലും വന്ന് തുടങ്ങുന്നുണ്ട്. ഇതിൽ നോക്കുമ്പോൾ നിങ്ങൾ ലീഫൊന്നും കാണുന്നില്ല. പക്ഷേ ഇതാ അടിയിൽ കണ്ടോ, സെറ്റായി വരുന്നേ ഉള്ളൂ. ഇതാ ഒന്ന് ഇവിടെ കണ്ട. ഇതൊക്കെ മുമ്പ് ലീഫ് കാണാൻ ഭംഗിയുള്ളൂ. ഇത് താമരയെന്നുള്ള. അത് കഴിഞ്ഞ് നമ്മളെ അമ്പലമൊക്കെ ഇത് 2-3 ദിവസമായി. എല്ലാം ഒന്ന് നമ്മളെ ബുൾസൈ, തേൻ കുടിക്കുന്ന തേനീച്ചയൊക്കെ അതാല വൃത്തി വരിച്ചു. പിന്നെ അതാ ഇനിയുള്ളത് നമ്മളുടെ ഈ കാണുന്ന ആമ്പലുകളാണ് എല്ലാം റിപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ ഓരോ ദിവസമായിട്ടൊന്ന് സെറ്റ് ചെയ്ത് തരണം. ഇതൊന്നും ഞാൻ നട്ടല്ല, ഇതിലിരുന്ന് സെറ്റായി പിടിച്ചു വന്നതാണ്. അതേ കാണുന്ന എല്ലാം തന്നെ സെറ്റ് ചെയ്യാറുണ്ട്, കുളമായിട്ടിരിക്കുകയാണ്. അങ്ങനെ ഏകദേശം 2 വർഷത്തിന് ശേഷം എല്ലാം ഒന്ന് സെറ്റായി വരികയാണ്. ഒരു 30 വെറൈറ്റി മേളിലുണ്ടായിരുന്നതാണ്, 15 വെറൈറ്റിയിൽ താഴേക്ക്. കാര്യം എപ്പോഴും ഫ്ലവർ ആവാത്ത കുറേ ഐറ്റംസ് ഉണ്ട്. നമ്മളെ ഇപ്പോഴത്തെ സീസണിൽ മാത്രം കിട്ടുന്നു. ഈ മാർച്ച് മുതലുള്ള അത് മാത്രമേ വെച്ചിട്ടുള്ളൂ. മുകളിൽ നിന്ന് കാണുന്ന വ്യൂസ്. ഇതാണ്ടേ കാണുന്നതെല്ലാം സെറ്റായി. അങ്ങനെ ഏകദേശമുള്ള എല്ലാം ബഡായി സെറ്റപ്പായി. നമ്മളെ ബുച്ചയും തമയും എല്ലാം ഭയങ്കര വലുപ്പമാണ്. അതുപോലെ നമ്മളെ ഗ്രീൻ ആപ്പിളൊക്കെ സെറ്റായി വരുന്നുള്ളൂ, അതും ഏകദേശം ഇത് കണക്കാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.